ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ. വ്ളോഗൊക്കെ എടുത്തിട്ട് ഒരുപാട് നാളായി എന്ന് പറയുകയാണെങ്കിൽ മോള് വന്നേ പിന്നെ ഞാൻ എടുത്തിട്ടേ ഇല്ല. അപ്പം 1.5 മാസത്തോളമായി കേട്ടോ ഞാൻ. കാരണം ആ ഒരു സമയത്ത് ഇങ്ങനെ ആളുടെ കൂടെ ഇങ്ങനെ എൻഗേജ് ആയിട്ട് ആ ഒരു വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3 മണി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആൾ 12 മണിക്ക് എണീറ്റാണ്. അപ്പോൾ എണീറ്റ് പിന്നെ അങ്ങനെ ഉറങ്ങുന്നേ ഇല്ല, പാല് കുടിച്ച് കിടക്കുക, കളിക്കുക, ഇതന്നെ ആളെ പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ 3 മണി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം നോർമലി ഞാനിങ്ങനെ ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ റൂമിൽ കൊണ്ടാക്കലുണ്ട്. പക്ഷേ ഇപ്പം മറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തണുപ്പുള്ള സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൂടി നമുക്ക് തണുപ്പുള്ള സമയത്ത് അങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിനകത്ത് നൈറ്റൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിനക്ക് അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ദാഹം അനുഭവപ്പെടില്ല. അല്ലെങ്കിൽ എപ്പോഴും ദാഹമായിരിക്കും കേട്ടോ. എനിക്ക് വെള്ളം അടുത്ത് തന്നെ വേണം. ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ വീണ്ടും കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കും എന്താ എനിക്ക് തോന്നുന്നു ആൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങും തോന്നുന്നു കേട്ടോ. ഒരു 4 മണി ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയാണെങ്കിൽ നാളെ നേരത്തെ എണീക്കണം, കാരണം നാളെ പോളിയോ കൊടുക്കാനുള്ള ഡേറ്റാണ് കേട്ടോ. അപ്പോൾ നാളത്തെ അവസ്ഥ എന്താവുന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ കിടക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ 7 മണിക്കെങ്കിലും ഞാൻ എണീറ്റ് കേട്ടോ. കാരണം ഒട്ടും കണ്ണ് തുറക്കാൻ വേണ്ടി പറ്റിയിട്ടേ ഉണ്ടായില്ല. എങ്ങനെയോ എണീറ്റ് വന്നതാണ്. ശരിക്കും ഞാനൊരു 8:30 8:45 ആവും എണീക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് നൈറ്റ് ഉറക്കമില്ലല്ലോ. എനിക്കാണെങ്കിൽ പ്രഗ്നൻസി ടൈം മുതൽ എനിക്ക് നൈറ്റ് ഉറക്കം തീരെ കുറവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ രാവിലെ മോൾ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം കോലായിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ പൊതുവെ ഞാനാണിങ്ങനെ നിൽക്കാറുള്ളത്. പിന്നെയാണെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അമ്മയെ ഒന്ന് എടുക്കുമോ ചോദിച്ചു. അങ്ങനെ അമ്മ നിന്നു കേട്ടോ. അങ്ങനെ മോളെ ഉറക്കി നേരെ അടുക്കളയിലോട്ട് വിട്ടു കേട്ടോ. അമ്മക്കാണെങ്കിൽ മോളെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിന്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു തീരെ സമയം കുറവാണല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ളിക്കറിയും ചപ്പാത്തിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഞാനാണ് ഉണ്ടാക്കുന്നത്. അല്ല ഗൈസ്, ഞാൻ എണീക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് അമ്മമ്മക്ക് തീരെ സുഖമില്ല. തലവേദന ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ അമ്മ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ മോളെടുക്ക പോയേട്ടോ. ഒരു സമയം 8 മണി അങ്ങനെ ആയിട്ടുണ്ട്. ആളാണെങ്കിൽ എണീറ്റിട്ടുണ്ടായിന്. പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ കളിക്കാനൊന്നും ആൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം പുതപ്പിച്ചിട്ട് തന്നെ അങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ മോളെ ഉറക്കി ഞാനും കുറച്ച് ഉറങ്ങി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാത്രി ഉറക്കം കുറഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് പൊതുവേ രാത്രി ഉറക്കം കുറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെ ഞാൻ തലവേദനയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ചപ്പാത്തിയും ഉള്ളിക്കറിയും, ഒരു തട്ടിക്കൂട്ട് കറിയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയാണെങ്കിൽ മോളെ ഉറക്ക് തെളിയിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആളാണെങ്കിൽ എണീക്കുന്നേയില്ല. തണുപ്പുള്ളത് കൊണ്ടാണെന്ന് ആൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂടി പൊതിച്ച് കിടക്കാനുള്ളൊരു തോന്നലാന്ന് തോന്നുന്നു കേട്ടോ. ആളാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ അങ്ങനെ ഉറക്ക് തെളിയിക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും 9:45 10 മണിയായിട്ടുണ്ട്. 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ 10 മണിയായിട്ടും റെഡി ആയിട്ടില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ വേഗം ചായയൊക്കെ കുടിച്ച്, പിന്നെ കറിക്കാണെങ്കിൽ കുറച്ച് എരിവ് കൂടുതലാണ് കേട്ടോ. നാവാണെങ്കിൽ ഭയങ്കര പൊള്ളലാണ്. അങ്ങനെ റെഡിയായി. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ മാമനാണെങ്കിൽ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മാമൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകുമ്പോഴൊക്കെ ഒരു ടെൻഷനാണ്, ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. മോളാണെങ്കിൽ കരിയോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനാണ് കേട്ടോ. പിന്നെ അവിടെയാണെങ്കിൽ അങ്ങനെ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. കുറച്ച് ഒരു 5-6 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മോളാണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് മറ്റുള്ള കുട്ടികളൊക്കെ കരയുമ്പം. അപ്പം ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതിനും. അങ്ങനെ ഈ വീട്ടിലെത്തിയപാട് ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലേനു. എത്തിയപാട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ കഴിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുക്കുന്നതിനും അപ്പോഴത്തേക്കും ആൾ ചെറിയൊരു ഒരു ഞരളൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് കാലൊക്കെ. പിന്നെയാണെങ്കിൽ ഞാൻ വന്നേപാട് അങ്ങനെ മോളെ ഉറക്കിയിട്ടില്ല. അവൾ കുറച്ച് കളിക്കുകയെല്ലാം ചെയ്ത് പിന്നെ കാലൊക്കെ ഒന്ന് ഇളക്കി കളിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പുറത്തുനിന്ന് ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പകുതി ആകുമ്പോഴത്തേക്കും ആൾ കരയാൻ വേണ്ടി തുടങ്ങി കേട്ടോ. നല്ല കരച്ചിലായിരുന്നു. അമ്മക്കാണെങ്കിൽ എടുത്തിട്ടൊന്നും അവൾക്ക് ആശ്വാസമാകുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ ചോറൊക്കെ മതിയാക്കി എടുത്തതിന് ശേഷമാണ് ഒന്ന് കരച്ചിലൊന്ന് അടങ്ങിയത്. അപ്പം അടങ്ങി കുറച്ച് ഞാനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കുറേ സമയം ഇരുന്നു. കിടക്കുന്നേ ഇല്ല. കിടക്കുമ്പോൾ അവൾക്ക് ഭയങ്കര പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എനിക്ക് വാരി തന്നു കേട്ടോ. ഫുഡ് കുറയുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട് ഇപ്പം.
അപ്പോൾ അങ്ങനെ 8:30-ക്ക് ശേഷമാണ് പിന്നെ കുളിക്കുന്നത്. ആ ഒരു സമയത്താണ് ആൾ കുറച്ചൊന്ന് മയങ്ങിയത്. അതിന് മുന്നേ ഫുള്ള് കരച്ചിലായിരുന്നു. അങ്ങനെ രാത്രിയത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മുത്താറിയാണ് കേട്ടോ കഴിച്ചത്. ചോറൊന്നും വേണ്ടാന്ന് തോന്നി. പിന്നെ ആൾ കരയുമ്പോൾ അങ്ങനെ ഒന്നും കഴിക്കാനും അങ്ങനെ തോന്നില്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നമ്മൾ ഫസ്റ്റ് മോമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.